പഞ്ചായത്തിലെ കിഴക്കുംപാടത്തെ തരിശുഭൂമിയിൽ ഫെബ്രുവരി മുതൽ കണിവെള്ളരി കൃഷിക്കായി ഒരുക്കം തുടങ്ങും. കഴിഞ്ഞ 5 വർഷമായി കണിവെള്ളരി കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് മനോഹരൻ ചന്ദനംപറമ്പത്ത്, ബാലകൃഷ്ണൻ ചെമ്പായി, പ്രകാശൻ കാങ്ങോശ്ശേരി, ശിവദാസൻ മനത്തനത്ത് എന്നിവരടങ്ങിയ 5 അംഗ കർഷക സംഘം. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കയ്യും മെയ്യും മറന്ന് വിളയിച്ച കണിവെള്ളരി വിളവെടുത്ത് കച്ചവടമാക്കും വരെ നിരവധി പ്രതിസന്ധികളാണ് നേരിടുന്നത്. ഇത്തവണ അത് യുദ്ധത്തിന്റെ രൂപത്തിലും മഴയുടെ രൂപത്തിലും ചില്ലറ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഈ വർഷം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് നല്ലോണം കേടായി പോകുന്നുണ്ട്, കെട്ടുപോവുക, പിന്നെ കായ കുറവായിരുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വർഷങ്ങളായി കൃഷിയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ് കിഴക്കുംപാടത്തുള്ളത്. ഒരു കാലത്ത് നെല്ല് കൃഷി ചെയ്തവർ പിൽക്കാലത്ത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വാഴയും ചേനയും തുടങ്ങി എല്ലാ കൃഷിയും ഏറ്റെടുത്തു. കണിവെള്ളരി സീസൺ കൃഷിയായാലും വിദേശത്തേക്കുൾപ്പെടെ കയറ്റി അയക്കുന്നതിൽ ലാഭമുണ്ട്. എന്നാൽ അവിടെയും ഇടനിലക്കാർ കർഷകരെ ചൂഷണം ചെയ്യുന്നത് പതിവാണ്. കർഷകർക്ക് യാതൊന്നും കിട്ടാറില്ല. കർഷകർ അധ്വാനിക്കാനും ഇടനിലക്കാർ ലാഭം കൊയ്യാനാണ് ഉണ്ടാവാറ്. അവർക്ക് വമ്പിച്ച ലാഭവും ഞങ്ങൾക്ക് പിന്നെ നഷ്ടമില്ലെങ്കിൽ ഞങ്ങൾക്ക് നയിച്ചലുള്ള കിട്ടാല്ലാണ്ട് അതിലങ്ങപ്പുറം കിട്ടില്ല. അധ്വാനിക്കുന്നുള്ള ഇത് കിട്ടുകയുള്ളൂ. ബാക്കി മുഴുവൻ ഇടത്തട്ടുകാർക്കാണ് ഇതിൽ ലാഭം മുഴുവനുള്ളത്. എങ്കിലും വിഷുക്കാലം ഇവർക്ക് പ്രതീക്ഷയുടെ കാലം കൂടിയാണ്. ഇത് ഇവർക്ക് വെറും ഒരു കൃഷി മാത്രമല്ല, ഇവരുടെ ജീവിത മാർഗം കൂടിയാണ്. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.